പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൃദയരാഗങ്ങൾ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം? ആൻസർ ഓപ്ഷൻ സി ആണ്, ജഡായു. ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സജി ചെറിയാൻ. നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ MR ബൈജു. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 13. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഡോക്ടർ ശോശാമ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറ്റുള്ളവ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലുമിനിയം, സിൽക്ക. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബസാൾട്ട്. എന്നാൽ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഇത് രണ്ടും അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ആൻസർ ഇതിലില്ല. ഡിസംബർ 5 ആണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബിയും സിയുമാണ്. അതായത് അറ്റ്ലസ്, ആൽപ്സ് ഇത് രണ്ടുമാണ് മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്? ആൻസർ ഓപ്ഷൻ എ, മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്? ആൻസർ ഓപ്ഷൻ സി ആണ്, നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലഡാക്ക്, സസ്കാർ. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വില്യംസ് 3. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ? ആൻസർ ഡി, ഹരിനായർ ആണ് ഇപ്പോഴത്തെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 450x300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 28 ക്ലോസ് 1. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 293. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായിക്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവി നിർവഹിച്ചിട്ടുള്ള വ്യക്തികളാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് S രാജേന്ദ്ര ബാബു, ജസ്റ്റിസ് MN വെങ്കിട ചെല്ലയ്യ. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, വകുപ്പ് 8.
ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നത് ആകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് അമേരിക്ക. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ സി ആണ് 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് റാണി ഝാൻസി റെജിമെന്റ്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കോറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കബനി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം? ആൻസർ ഓപ്ഷൻ എ ആണ് ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് പള്ളിവാസൽ. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തൃശൂർ. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ഷേത്ര പ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കുമാര ഗുരുദേവൻ. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് നാടകം. ചുവടെ തന്നിട്ടുള്ളതിൽ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കരൾ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവ എല്ലാം. അതായത് രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം, ഇത് മൂന്നും ഉൾപ്പെടുന്നു. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നതാണ് യോജിക്കാത്ത പ്രസ്താവന. എന്നാൽ അതുമായി യോജിക്കുന്നവയാണ് രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഇത് മൂന്നും മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ട്രാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അനാമിക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം? ആൻസർ ഓപ്ഷൻ എ ആണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളാണ് കടുവകൾ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹാമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം? ആൻസർ ഓപ്ഷൻ എ ആണ് പ്രതല ബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഖരവസ്തുക്കളിൽ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരട്ടിയാകുന്നു. 80 ചോദ്യമാണ് GK വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു.